തനിക്കെതിരായ അഴിമതി കേസുകളിലെ വിചാരണാ നടപടികൾ 2 ആഴ്ചത്തേക്കു കൂടി നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത്. സുരക്ഷാ രാഷ്ട്രീയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നെതന്യാഹുവിന്റെ ആവശ്യം. ഇറാനെതിരായ ഇസ്രയേൽ US സൈനിക നീക്കങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന വിചാരണ ഞായറാഴ്ച പുനരാരംഭിക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ അഭിഭാഷകർ ജെറുസലേം ജില്ലാ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. മേഖലയിലെ നിലവിലുള്ള സങ്കീർണമായ സുരക്ഷാ സാഹചര്യവും മിഡിൽ ഈസ്റ്റിലെ നയതന്ത്ര നീക്കങ്ങളും കാരണം അടുത്ത 2 ആഴ്ചത്തേക്ക് കോടതിയിൽ ഹാജരാകാൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ല എന്ന് പ്രതിരോധ വകുപ്പ് കോടതിയെ അറിയിച്ചു. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അടങ്ങിയ സീൽ ചെയ്ത കവർ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ മറുപടി ലഭിച്ച ശേഷം കോടതി വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാനെതിരായി US ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നാണ് വിചാരണ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ USഉം ഇറാനും കഴിഞ്ഞ ചൊവ്വാഴ്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ വിചാരണ ഞായറാഴ്ച പുനരാരംഭിക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. 2019 നവംബറിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട 3 പ്രധാന കേസുകളിലാണ് നെതന്യാഹു വിചാരണ നേരിടുന്നത്. കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ദീർഘകാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രോസിക്യൂഷൻ ഈ കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ ആദ്യത്തെ കേസ് സമ്പന്നരായ വ്യവസായികളിൽ നിന്ന് നെതന്യാഹുവും കുടുംബവും വില കൂടിയ സമ്മാനങ്ങൾ കൈപ്പറ്റിയെന്ന ആരോപണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ സമ്മാനങ്ങൾക്ക് പകരമായി വിവിധ കാര്യങ്ങളിൽ അദ്ദേഹം അവർക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. അനുകൂലമായ വാർത്തകൾക്കായി യെഡിയോത് അഹ്റോണോത് പത്രത്തിന്റെ പ്രസാധകനുമായി ഒത്തുകളിച്ചു എന്ന കേസാണ് രണ്ടാമത്തേത്. തനിക്ക് അനുകൂലമായ വാർത്തകൾ നൽകുന്നതിന് പകരമായി വല്ല ന്യൂസ് വെബ്സൈറ്റ് ഉടമയും ബെസക് ടെലികോം കമ്പനി എക്സിക്യൂട്ടീവുമായ ഷോൾ എലോവിച്ചിന് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന രീതിയിൽ സർക്കാർ നയങ്ങളിൽ മാറ്റം വരുത്തി എന്നതാണ് മൂന്നാമത്തെ കേസ്. അധികാരത്തിലിരിക്കെ അഴിമതി കേസിൽ കുറ്റാരോപിതനാകുന്ന ആദ്യ ഇസ്രയേൽ പ്രധാനമന്ത്രി കൂടിയാണ് നെതന്യാഹു. 2020 ആരംഭിച്ച വിചാരണ പല കാരണങ്ങളാൽ നീണ്ടുപോവുകയാണ്. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ 2019 ചുമത്തപ്പെട്ട കൈക്കൂലി, വഞ്ചന, വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ 2024 മുതൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും നെതന്യാഹുവിനെതിരെ നടപടികൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഒക്ടോബറിൽ ഇസ്രയേലിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലവിലെ സർവേകൾ നെതന്യാഹുവിന്റെ വലതുപക്ഷ സഖ്യത്തിന് തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് പ്രവചിക്കുന്നത്. 2023 ഒക്ടോബറിലെ പലസ്തീനെതിരായ ആക്രമണവും അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ജനപ്രീതിയെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. അതേസമയം ലെബനനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന നിർണായക ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെ ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രയേൽ തയ്യാറായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇസ്രയേൽ തയ്യാറായില്ല എങ്കിൽ അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് ഈ സംഭാഷണത്തിനിടെ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കുമെന്ന ഭയമാണ് ഇസ്രയേലിനെ ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന സൂചനകളുമുണ്ട്. ഈ ഫോൺ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെയാണ് ലെബനനുമായി നേരിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് താൽപര്യമുണ്ടെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.